PC വിശ്വനാഥിന് ശേഷം റോജി എം ജോണും മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു പുതുമുഖം കൂടിയാണ് റോജി എം ജോൺ എന്നതാണ്. അങ്കമാലിയിൽ നിന്ന് വിജയിച്ചു കയറിയ റോജി എം ജോണിനും ഇത്തവണ മന്ത്രിസഭയിലേക്ക് എത്താൻ സാധിക്കുന്നു. മന്ത്രിസഭയിലെ കന്നിക്കാരുടെ പട്ടികയിൽ റോജി എം ജോണുമുണ്ട്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് റോജി എം ജോണാണ്. യുവമുഖങ്ങളിൽ നേരത്തെ PC വിശ്വനാഥിനെ പോലെ തന്നെ യുവമുഖങ്ങളിൽ ഒരാൾ കൂടി എന്നതാണ് എടുത്തു പറയേണ്ടത്. റോജി എം ജോൺ ഇതാ സത്യവാചകം ചൊല്ലുന്നു. റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. റോജി എം ജോൺ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. റോജി എം ജോണും ദൈവനാമത്തിലാണ് സത്യവാചകം ചൊല്ലുന്നത്. 2016 മുതൽ അങ്കമാലിയിൽ നിന്നുള്ള MLA ആണ്. തുടർച്ചയായ വിജയങ്ങൾ ആണ് റോജി എം ജോണിൻ്റേത്. അതോടൊപ്പം തന്നെ യുവമുഖങ്ങളിൽ, അതായത് ഈ മന്ത്രിസഭയിലെ യുവമുഖങ്ങളിൽ ഒന്നുകൂടിയാണ് റോജി എം ജോണിൻ്റേത് എന്നതാണ്. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയിൽ നിരവധിയായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും പ്രതിപക്ഷത്ത് ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നയിക്കുകയും ചെയ്തിരുന്ന യുവ നേതാക്കളിൽ യുവ MLA-മാരിൽ ഒരാൾ കൂടിയാണ്. മാത്യു കുഴൽനാടനെ പോലെ അല്ലെങ്കിൽ PC വിശ്വനാഥിനെ പോലെ അതോടൊപ്പം തന്നെ ആ നിരയിൽ നിന്നുകൊണ്ട് നിരവധിയായ വിഷയങ്ങളിൽ, ഡിബേറ്റുകളിൽ, ചർച്ചകളിലെല്ലാം പങ്കെടുത്തിരുന്ന ആൾ കൂടിയാണ് റോജി ഇപ്പോഴിതാ മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. മന്ത്രിസഭയിലെ കന്നിക്കാരനാണ്. പക്ഷേ വിദ്യാർത്ഥി സംഘടനയിലൂടെ ആണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.